സത്യത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അതായത് നമ്മളിൽ പല ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിദേശിയാണെങ്കിൽ നമ്മുടെ കുടുംബക്കാരും നാട്ടിൽ താമസിക്കുന്നവരാണ്. സത്യത്തിൽ നമ്മൾ സാധാരണ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, നിങ്ങളൊന്ന് ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയും, നമ്മൾ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ സമയത്തിൻ്റെ കാര്യമൊന്നും ഓർമ്മയില്ല എന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മൾ ഇത്രത്തോളം സമയ വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ അങ്ങ് ഓടുന്നത്. ചില സമയത്ത് രാത്രി കോൾ ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കുകയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചൂടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ ചൂടായിട്ട് പറയും, ഈ പാതിരാത്രിയാണോ നിങ്ങൾ കോൾ ചെയ്യുന്നതെന്നൊക്കെ. സാധാരണ അവർ വൈകുന്നേരമായിരിക്കും കോൾ ചെയ്യുന്നുണ്ടാകുക, പക്ഷേ നമുക്കിവിടെ രാത്രി 2 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടാകും, നല്ല ഉറക്കിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് നമുക്ക് ആ സമയ വ്യത്യാസം പെട്ടെന്ന് മൈൻഡിൽ ഓടാത്തതുകൊണ്ടാണ്. എന്നാൽ ഡുവൽ ക്ലോക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നാട്ടിലത്തെ സമയം വേറെ, വിദേശത്ത് നിങ്ങൾ എവിടെയാണ് ആ ഒരു സമയം വേറെ, രണ്ടും ഒരേ ഡിസ്പ്ലേയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കാം. ഡിസ്പ്ലേ ഒന്ന് നോക്കുമ്പോൾ തന്നെ നാട്ടിൽ ഇത്ര സമയമായി എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ഡുവൽ ക്ലോക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യുന്നത് പല ആളുകൾക്കും അറിയില്ല. എനിക്ക് കമൻ്റായിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചത് കൊണ്ടും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ കാര്യം ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ 3-4 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. അവിടെ വിഡ്ജറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്ലോക്ക് എന്ന ഭാഗം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ 4 എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഏരോ മാർക്കും കാണാൻ സാധിക്കും. ആ ഒരു ഏരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ രൂപത്തിലുള്ള ക്ലോക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നിവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. റൗണ്ട് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടുള്ളതുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡുവൽ ക്ലോക്ക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. ഇവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ആഡ് എന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ 2 ക്ലോക്കുകൾ വന്നിട്ടുണ്ടാകും. രണ്ടും 2 സ്ഥലങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിൽ നമുക്ക് സ്ഥലം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ആദ്യത്തേത് ന്യൂഡൽഹി തന്നെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ കൃത്യമായ സമയം ഇവിടെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ മാറ്റുകയാണ്. ഇവിടെ ലണ്ടൻ ആണ് ഉള്ളത്. അവിടെ ലോങ് പ്രസ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂഡൽഹി എന്നാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഏതായാലും ന്യൂഡൽഹി എന്ന ആ ഫസ്റ്റ് സിറ്റി മാറ്റുന്നില്ല. തൊട്ട് താഴെ നമുക്ക് സെക്കൻഡ് സിറ്റി എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ലണ്ടൻ ആണ് ഉള്ളത്. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലണ്ടൻ്റെ ആ ഒരു മാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലണ്ടൻ മാറ്റിയിട്ട് ഇപ്പോൾ കുവൈറ്റ് ആണ് വേണമെങ്കിൽ നമുക്കിവിടെ സെർച്ച് ബാറിൽ കുവൈറ്റ് എന്ന് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ കുവൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുവൈറ്റ് സിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുവൈറ്റിൻ്റെ മാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കുവൈറ്റ് സിറ്റി വന്നിട്ടുമുണ്ട്. നമുക്കിവിടെ ചേഞ്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ചേഞ്ച് ആയിട്ട് ഇവിടെ സെക്കൻഡ് സിറ്റി എന്ന ഭാഗത്ത് കുവൈറ്റ് എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ മാത്രം ചെയ്താൽ പോരാ, ഇവിടെ താഴെ സേവ് എന്ന ഭാഗമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഹിജ്രി ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് അറബി മാസം ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേ ആൻഡ് ലൈറ്റ് കളേഴ്സ് ഇവിടെയുണ്ട്. അതായത് രാവിലെയും രാത്രിയും കളർ ഡിഫറൻ്റ് ആയിട്ട് മാറി മറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഞാനത് രണ്ടും ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ സേവ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ സേവ് കൊടുക്കുക. ഇപ്പോൾ ആ ഡുവൽ ക്ലോക്കിൽ ന്യൂഡൽഹിയും അതുപോലെ തന്നെ കുവൈറ്റ് സിറ്റിൻ്റെ ആ ഒരു ടൈമും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2.5 മണിക്കൂറത്തെ വ്യത്യാസമുണ്ട് ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ടൈമിന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യുമ്പോൾ അവിടെ എത്ര സമയമായി എന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ക്ലോക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.